കന്നഡ സാഹിത്യകാരിയും നടിയും നർത്തകിയും രാഷ്ട്രീയ പ്രവർത്തകയുമായിരുന്ന സ്നേഹലത റെഡ്ഡിയുടെ ജീവിതമാണ് ഡിവൈഎഫ്ഐ സമ്മേളന വേദിയിൽ അവതരിപ്പിക്കപ്പെട്ട മിസ നാടകത്തിന്റെ പ്രമേയം. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ വേദിയിലെത്തിച്ച നാടകത്തിൽ അടിയന്തരാവസ്ഥക്കാലത്തെ സ്നേഹലത റെഡ്ഡിയുടെ തടവറ സഹനങ്ങളും രക്തസാക്ഷിത്വവുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്നേഹലത റെഡ്ഡി ദുരാധികാരത്തിനെതിരെ അക്ഷരങ്ങളെയും അഭിനയ ശരീരത്തെയും സമരായുധമാക്കിയ കലാപകാരി, അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരത്തീയിൽ അനശ്വരയായ രക്തസാക്ഷി, ഇന്ത്യയുടെ റോസ ലക്സംബർഗ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സമരജീവിതം. കന്നഡ സാഹിത്യരംഗത്തെ വിമതത്വത്തിന്റെ തീക്ഷ്ണാക്ഷരിയായിരുന്നു സ്നേഹലത റെഡ്ഡി. മദ്രാസ് പ്ലേയേഴ്സിന്റെ അരങ്ങാവിഷ്കാരങ്ങളിലൂടെ ഇന്ത്യൻ നാടകവേദിയിൽ തീക്കാറ്റൂതിയ നാടക പ്രവർത്തക, നർത്തകി, സാമൂഹിക പ്രവർത്തക, സ്വാതന്ത്ര്യ സമര സേനാനി, മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സംസ്കാരയിലടക്കം വേഷമിട്ട ചലച്ചിത്ര പ്രവർത്തക. ആരല്ലായിരുന്നു സ്നേഹലത റെഡ്ഡി? ഇന്ത്യ ചരിത്രത്തെ ഇരുട്ടിലാക്കിയ അടിയന്തരാവസ്ഥ കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒളിപ്രവർത്തനത്തിന്റെ ചുമതലയായിരുന്നു സ്നേഹലത റെഡ്ഡിക്ക്. ഭരണകൂടത്തിനും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കുമെതിരായ കലാപത്തിന് നേതൃത്വം നൽകിയെന്ന കുറ്റം ചാർത്തി 1976 മെയ് 2 സ്നേഹലത റെഡ്ഡി മിസ നിയമപ്രകാരം അറസ്റ്റിലായി. ഹീനമായ തടവറ ഭേദത്തിനാണ് അവർ ഇരയായത്. നഗ്നയാക്കി ബോധം മറയുവോളം തല്ലി, മലവിസർജനത്തിന് ഒരു പാത്രം മാത്രം നൽകി അവരെ വെളിച്ചവും വായുവും കടക്കാത്ത കുടുസുമുറിയിലടച്ചു. ശരീരം ഇഞ്ചിഞ്ചായി ഭരണകൂട ക്രൂരതകൾ ഏറ്റുവാങ്ങുമ്പോഴും നിലപാടിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും സ്നേഹലത റെഡ്ഡി ഒരു ഇഞ്ച് പിന്മാറിയില്ല. നരകയാതനകൾക്കിടയിലും തടവറ അനുഭവങ്ങൾ അവർ എഴുതി. സഹസ്രീ തടവുകാർക്ക് ആർത്തവകാലത്ത് സാനിറ്ററി നാപ്കിൻ നൽകണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തു. കടുത്ത ആസ്മ രോഗിയായിരുന്ന അവരുടെ ശരീരം താങ്ങുന്നതിലും അധികം മരുന്നുകൾ കുത്തിവെച്ചു. ഡോക്ടർമാർ പലതവണ ആശുപത്രിയിലാക്കണമെന്ന് ശുപാർശ പറഞ്ഞിട്ടും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ ഓഫീസ് ആ ശുപാർശകൾ നിരാകരിച്ചു. ഭർത്താവ് പട്ടാഭിരാമ റെഡ്ഡിക്ക് പോലും സന്ദർശനാനുമതി നൽകിയില്ല. വിചാരണയും പരോളുമില്ലാതെ 9 മാസത്തോളം നീണ്ട തടവറ ജീവിതം. ഒടുവിൽ ജയിലിൽ കിടന്ന് മരിക്കുമെന്ന നിലയായപ്പോൾ ജനുവരി 15 മോചിതയാക്കി 5-ാം നാൾ 1977 ജനുവരി 20 സ്നേഹലത റെഡ്ഡി രക്തസാക്ഷിയായി. സ്വതന്ത്ര ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വനിതാ രക്തസാക്ഷിത്വം. ആ സ്നേഹലത റെഡ്ഡിയുടെ ജീവിതത്തിന്റെ ആവിഷ്കാരമാണ് മിസ നാടകം. അതിതല്ലാതെ വേറെ ഏത് രംഗഭാഷയിൽ പറയണം? ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.